പോകാൻ വരട്ടെ. സ്വർണ്ണം ഇല്ല എന്ന പേരിൽ ഈ കല്യാണം മുടങ്ങരുത്. ദാ ഇതാ സ്വർണം. ഇവർ ഈ സ്വർണവും വാങ്ങി വന്നത് എൻ്റെ മകൻ്റെ ഓട്ടോയില്ല, വിഷ്ണുവിൻ്റെ. അവൻ പോലും അറിയാതെ ഈ സ്വർണം ഓട്ടോയിൽ നിന്ന് എടുത്തത് എൻ്റെ ഭർത്താവാ. അദ്ദേഹത്തിന് കുറച്ച് ഓർമ്മക്കുറവുണ്ട്. അതിന്റെ ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന ആളാ. അങ്ങനെ പറ്റിപ്പോയ അബദ്ധമാ. ഇവര് നിരപരാധികളാ. ദേ, കുറ്റക്കാരൻ ഞങ്ങളാ. ദയവ് ഇതേ കല്യാണം മുടങ്ങരുത്. ഞങ്ങൾ മൂലമുണ്ടായ ഈ നാണക്കേടിനും അപമാനത്തിനും പ്രത്യുപകാരമായി ഞാൻ 10 ലക്ഷം രൂപ കൂടി നൽകുക. അപ്പൊഞ്ഞി ദാ ഇത് സ്വീകരിക്കണം. ഞങ്ങളുടെ ഒരു സന്തോഷത്തിന്. ഇത് സത്യാമ്മ അറിഞ്ഞുകൊണ്ട് തന്നെ എടുത്തു മാറ്റിയതാവാനാണ് വഴി. പോലീസ് കേസ് ആവുമെന്ന് മനസ്സിലാക്കിയപ്പോ കുറച്ച് കാശും കൂടി ഒപ്പിച്ചോണ്ട് വന്ന് തിരിച്ചു കൊടുത്തതാവും. ഇല്ലെങ്കിൽ ജയിലിൽ പോയി കിടക്കണ്ടേ? ആരാ അത് പറഞ്ഞത്? ആരാണെങ്കിലും സത്യാമ്മയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട്. പാവപ്പെട്ട പെൺകുട്ടികളുടെ 1ഓ 2ഓ കല്യാണമല്ല സത്യാമ്മ നടത്തിയിരിക്കുന്നത്. ഒരുപാട് സമൂഹ വിവാഹങ്ങൾ നടത്തി ഒരുപാട് പെൺകുട്ടികൾക്ക് മംഗല്യഭാഗ്യം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ആളാ സത്യാമ്മ. എല്ലാവർക്കും സ്വർണം വാരിക്കോരി കൊടുത്ത് ദാനം ചെയ്ത ചരിത്രമേ സത്യാമ്മയ്ക്കുള്ളൂ. അല്ലാതെ ആരെടുത്തൊന്നും തിരിച്ചു വാങ്ങിച്ച ചരിത്രമില്ല.